ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇത് ദോശയുടെ ഒരു മേളയാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇല്ല. ലിജിയുണ്ട്, ലീബയുണ്ട്, ബൊപ്പനുണ്ട്, മീതയുണ്ട്, രഞ്ജുണ്ട്, ജോബിയുണ്ട്, പിന്നെ അന്നമ്മളുണ്ട്, ഞാനും ഉണ്ട്. അപ്പം ഇവിടെ എല്ലാവരും പല പല ജോലിയിലാണ്. അപ്പം സ്മിത തേങ്ങ തിരുവുന്നു, അവിടെ കൊച്ചുള്ളി കളിക്കുന്നു, ഇവിടെ പുതിന കറിക്കുന്നു, പിന്നെ കൊച്ചുള്ളി പൊപ്പൻ വിദഗ്ധമായിട്ട് കൊച്ചുള്ളി അരിയുന്ന രഞ്ജു, ഇവിടെ എളുപ്പത്തിലുള്ള മെഷീൻ വെച്ചുള്ള ക്യാരറ്റ് മസാലയാണ്. അപ്പം എന്തൊക്കെ ദോശയാണ് നിങ്ങളൊന്ന് പരീക്ഷിക്കുന്നത്? ഇന്ന് ദോശ, മസാല ദോശ, പനീർ വെച്ചത് ദോശ, അതാണ് പനീർ ദോശ, മുട്ട ദോശ, ചട്നി വിവിധ ചട്നികളാണ് പറയുന്നത്. എന്തൊക്കെയാ? പുതിന ചട്നി, തക്കാളി ചട്നി, സാമ്പാർ. അപ്പൊ ഇന്ന് കോള. അപ്പൊ ഞാൻ ഒന്ന് പോയി ഒന്ന് റെഡി ആയിട്ടൊക്കെ വരാം കേട്ടോ. ഇപ്പോഴത്തെ പരിപാടി നടക്കട്ടെ. കഴിക്കാൻ വേണ്ടിയാന്നേ വരുന്നേ. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഹലോ, എന്താണ് ഉദ്ദേശം? ഫ്രണ്ട്സ്, ഇപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കുകയാണ്. അപ്പം രഞ്ജു വളരെ സ്പെഷ്യലിസ്റ്റാണ് തക്കാളി ചട്നിയിൽ എന്നാ പറയുന്നത്. അപ്പം ഇത് എന്തുവാ, ഉള്ളി പച്ചമുളകും കൂടെ വഴറ്റുവാണ്. തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതായി തക്കാളി ആവശ്യത്തിന് സ്വല്പം മഞ്ഞപ്പൊടി ഇടാം, സ്വല്പം ഇട്ടാൽ മതി. മഞ്ഞപ്പൊടി ആക്ച്വലി ഇതിനകത്ത് ആവശ്യമില്ല, പക്ഷെ ഉണ്ടാകുന്നത് സ്വല്പം എരിവ് നോക്കിയിട്ട് നിങ്ങൾ എരിവ് ഉപയോഗിക്കുന്ന ആൾക്കാർ നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്ത് കടുവൊക്കെ വറുത്ത് എന്തിനോ വേണ്ടി തുറക്കുന്ന സാമ്പാർ. സിമ്പിൾ പണിയിലങ്ങ് ഒതുങ്ങി. എന്തോടിയത്? അത് ഭയങ്കര ജോലിയാ. പുതിന ഭയങ്കര ജോലിയാ. കിഴങ്ങ് ഇതൊലിച്ചു വെച്ചാന്നാ? മറ്റേ അപ്പുറത്തുനിന്ന് ആന്നല്ലേ വീഴുന്നത്. ഈസി പണിയായിട്ട് എടുത്തിരിക്കുകയാണ്. സ്മാഷ് ചെയ്യാൻ നല്ല ആരോഗ്യം കൊടുക്കേണ്ട പണിക്കാണ് ഇത്. മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള മസാലയ്ക്കുള്ള കിഴങ്ങാണ് നമ്മൾ സ്മാഷ് ചെയ്യണം. പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആരെയോ പിടിച്ച് കഴുത്തിയിരിക്കുന്നതാണ്. കണ്ടു കഴിഞ്ഞാലേ ചട്നി എല്ലാം റെഡി ആയിട്ടുണ്ട്. പുതിനയില ചട്നി, തേങ്ങാ ചട്നി, തക്കാളി ചട്നി, സാമ്പാർ, പനീറിന്റെ മസാല. ഫ്രണ്ട്സ്, ഇപ്പൊ എന്തായാലും സമയം ഒരുപാട് ലേറ്റായി. 11 മണിയാവാറായി. ഞങ്ങൾ റോയി ഏതാണ്ട് അവന് പോകാൻ സമയമായി. നേരം വെളുക്കൽ 6 മണിക്ക് അവൻ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. അപ്പൊ ആദ്യമേ അവന് എന്തൊക്കെയാ മുട്ട ഇത് പിന്നെന്താ. അപ്പൊ ഇവിടെ തകൃതിയായിട്ട് ദോശ ചുടക്ക് നടക്കുകയാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട്. ചൂട് ദോശ. ഏത് ഐറ്റംസ് പറയണോ? എനിക്ക് എല്ലാത്തിനും ഓരോന്ന് വേണം. എനിക്ക് ഈ പനീർ മസാലയുടെ ഒരെണ്ണം വേണം. എങ്ങനെയുണ്ട് റോയി? ശരിക്കും ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി. ഇനിയും ചൂടും. ഓക്കെ,
സൂപ്പർ അടിപൊളി. പോയി കഴിക്കണോട്ടോ, പക്ഷെ അതിന്റെ ആ ഒരു ടേസ്റ്റ് കണ്ടപ്പം നമുക്ക് അത് കൈ തൊടാതിരിക്കാൻ പറ്റില്ല. പനീറും കറി വെച്ച് കുറച്ച് എന്താ പാത്തുമായ പരിപാടി? മുട്ട പൊട്ടിച്ചോണ്ടിരിക്കുന്നു. മുട്ട ദോശയാ? യെസ്. ഇവിടെ ക്യൂ നിൽക്കുവാണ്, ലൈനിലാണ്, ഞങ്ങളെല്ലാം ലൈനിലാണ്. ഓരോരുത്തരെ പിരിച്ചു വിട്. മുട്ട ഒന്ന് തുറന്ന് പപ്പ. മുട്ട ഓക്കെ. പനീർ ചൂടൊന്ന് നല്ലോണം വിസ്താരമായിട്ടൊന്ന് വെതർ ഇത് ഉള്ളത്. ഓക്കെ ഗൈസ്, ഇതൊക്കെ മതി. ആർക്കാ മസാല ദോശ എടുത്ത്? ചട്നി എന്തെങ്കിലും വേണോ? ഇല്ല, മതി. മഷ്റൂം ദോശ അല്ല, പനീർ ദോശ. അതാ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തന്ന് രണ്ടുപേരും ക്ഷീണിച്ചിരിക്കുകയാണ്. ചേച്ചി, എനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന മുട്ട ദോശയാണ്. കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കുറച്ച് സാമ്പാർ ചേച്ചി. എങ്ങനെയുണ്ട്? പാവം രണ്ടുപേരും ഞങ്ങക്ക് ഫുള്ള് ഇത്രയും പേർക്ക്, നിങ്ങൾ 7-8 പേർക്ക് ദോശ ഉണ്ടാക്കി തന്ന് രണ്ടുപേരും ക്ഷീണിച്ചിരിക്കുകയാണ്. ചേച്ചിയുണ്ട് മുട്ട ദോശ ഉണ്ടാക്കുന്നത്. അടിപൊളി. സുധാജി ഉണ്ട്. ദോശ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയോണ്ട് പിന്നെ എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളി. അടിപൊളി. കടയിൽ പോയി കഴിച്ചപ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടത്തില്ല. എന്തോന്ന് എല്ലാരും കഴിച്ചില്ലേ? പറഞ്ഞു നോക്കിക്കോ. അവിടെ 3-4 തിന്നിട്ടാണ് ഇപ്പൊ കഴിക്കാൻ. മുട്ട ദോശ ഇതെല്ലാം കഴിച്ചതാണ്. ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരു ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. കാര്യം ദോശയുടെ വിഭവസമൃദ്ധമായ രീതിയിൽ നമുക്കിവിടെ കിട്ടി. എല്ലാ ചട്നി കാര്യങ്ങൾ, സാമ്പാർ, പലവിധ പുതിന ചട്നി, തക്കാളി ചട്നി, തേങ്ങാ ചട്നി, പിന്നെ സാമ്പാർ, പിന്നെ പോരാതെ ദോശയിൽ എന്തൊക്കെ ഐറ്റമായിരുന്നു? നമ്മളെ ക്യാരറ്റ് ദോശ, മസാല ദോശ, നെയ് റോസ്റ്റ്, മുട്ട, പനീർ ദോശ, അങ്ങനെ വേണ്ട ഇതിലെ ഹോട്ടലിൽ ഓർഡർ കൊടുക്കുന്ന കാര്യം എല്ലാവരും വളരെ എൻജോയ് ചെയ്തു. അതോടൊപ്പം തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഒരുപാട് ലേറ്റായി, ഒരുപാട് ലേറ്റ്. യഥാർത്ഥം ഞങ്ങൾ 10:30 ആകും പിരിയണമെന്ന് വിചാരിച്ചു. ഇപ്പം 11:30 കഴിഞ്ഞു. അപ്പം ഇവരൊക്കെ ആയിരുന്നു കുക്ക്. ലാസ്റ്റ് ഇവരുടെ ഭാഗം അവർ കഴിച്ചോണ്ടിരിക്കും. ഞങ്ങളെല്ലാം കഴിച്ചു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.